പാലക്കാട് വടക്കഞ്ചേരിയിലേക്ക് അവിടെ പന്തലാം പാടത്ത് ബൈക്കിലെത്തിയവർ പെട്രോൾ പമ്പിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായി കടന്നു കളഞ്ഞു. പുലർച്ചെ 2 മണിയോടെ ജീവനക്കാർ ഉറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ബാഗുമായി ഇവർ കടന്നു കളഞ്ഞത്. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. പെട്രോൾ പമ്പിലെത്തിയ ഇരുവരും മാസ്ക് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല. എടുക്കണോ വേണ്ടോ എന്നുള്ള ആലോചനയിലാണ്. പെട്രോൾ പമ്പ് ജീവനക്കാരൻ ഉറക്കത്തിലാണ്. ആ സമയമാണ് പണമടങ്ങിയിട്ടുള്ള ബാഗ് അവിടെ നിന്ന് എടുക്കുന്നത്. അതിൽ അവർ കടന്നു കളയുകയായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി ഗോകുൽ VS നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, എത്ര രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഈ പണം തട്ടിച്ചുകൊണ്ടുപോയവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അതായത് എറണാകുളത്ത് നിന്നുള്ളൊരു ബൈക്കിലാണ് ഇവരെത്തിയത്. എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു ബൈക്കിലാണ് എത്തിയത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു മോഷണം തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം ആദ്യം ഈ പെട്രോൾ പമ്പിൻ്റെ സമീപത്ത് നിൽക്കുന്നു. അതിനുശേഷം ചുറ്റുപാടും നിരീക്ഷിച്ച ശേഷം ഈ ബാങ്കിൻ്റെ അടുത്ത് പെട്രോൾ അടിക്കാനെന്ന വ്യാജേന അടുത്തെത്തുന്നു. അതിനുശേഷം ചുറ്റുപാടും നോക്കി ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ ബാഗ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് കരുതിക്കൂട്ടി തന്നെയാണ് ഈ മോഷണം നടത്തിയത്. ഏകദേശം 48,000-ലധികം രൂപ ഉണ്ടായിരുന്നു. ഒരു പുലർച്ചെ 1:30-ക്ക് ശേഷമാണ് ഈ മോഷണം ഉണ്ടായത്. അതായത് അത്ര സമയം അടിച്ച പണം മുഴുവൻ, പെട്രോളിൻ്റെ പണം മുഴുവനും ആ ബാഗിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 48,000 രൂപ നഷ്ടമായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും കരുതി കൂട്ടിയുള്ളൊരു മോഷണം. ആ ബാഗ് എടുത്ത് പോവുകയാണ്. 1 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ജീവനക്കാർ അല്പം ഒന്ന് മയങ്ങുകയായിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് അവരുടെ ആ ഉറക്കം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയത്. ഏതായാലും അത് നമുക്ക് കാണാം. അത്ര ആസൂത്രിതമായിട്ടാണ് മുഖം മറച്ചുകൊണ്ട് വന്ന് ആ ചുറ്റുപാടും നിരീക്ഷിച്ച് ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി, ജീവനക്കാർ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തി അങ്ങനെ വന്ന് പൾസർ ബൈക്കിലാണ് വന്ന് ഈ പണം എടുത്ത് പോവുകയാണ് ചെയ്തത്. ഏതായാലും വടക്കഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 48,000 രൂപയാണ് നഷ്ടമായത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ജീവനക്കാരുടെ അനാസ്ഥ എന്ന് മാത്രമേ നമുക്കിന്ന് പറയാൻ സാധിക്കൂ. കാരണം രാത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടാകേണ്ടതാണ്. അവർ ഉറങ്ങാൻ പാടില്ലാത്തതാണ്. അത്രയും പണമടങ്ങിയ ബാഗ് ഇപ്പോൾ കാർഡും UPI ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എത്ര അവിടെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് കണ്ടുപിടിക്കട്ടെ.